വിഷമിക്കാതെ. ജീവിതത്തിലെ ഒരുപാടെടുത്ത് തോറ്റാലേ പിന്നെ വിജയിക്കുമ്പോ ഒരർത്ഥം ഉണ്ടാവും. പക്ഷെ വിജയിക്കണം. നീ പോടാ, അവൻ രക്ഷപ്പെടും. അതൊന്നല്ല എന്റെ വിഷമം. എവിടെ പോയാലും ഓരോ പ്രശ്നങ്ങളാ, ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാവൂടാ. എടാ ആനന്ദേ, നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും തളരരുത്. ഫൈറ്റ് ചെയ്യണം. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് വിജയത്തിലെത്തണം. എടാ, ഈ കൊച്ചിയിൽ സിനിമാ മോഹമായിട്ട് എത്തിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. അത് വെച്ച് നോക്കുമ്പോ നിനക്ക് താമസിക്കുന്ന നല്ലൊരു ഫ്ലാറ്റും പിന്നെ സുഹൃത്തുക്കളായിട്ട് ഇവരും പിന്നെ ഒരേട്ടൻ എന്ന നിലയ്ക്ക് എന്നെയും കിട്ടിയില്ലേ? സോ യു ആർ ലക്കി. പിന്നെ പലപ്പോഴും നിങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ എനിക്ക് കഴിയാറില്ല. ഞാൻ അങ്ങനെയൊക്കെ ആയിപ്പോയി. ഏതായാലും നിന്റെ ഈ മൂടൊന്ന് മാറ്റിയിട്ട് തന്നെ കാര്യം. ഹലോ, റോയിച്ചൻ ഇവിടെ ഒരാളുടെ മൂഡ് ചേഞ്ച് ചെയ്തോണ്ടിരിക്കുക. ഞാൻ വിളിക്കാം. ആക്കരുത് കേട്ടാ. ഒന്നുമില്ല, രാവിലെ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ചാ സമയം കിട്ടിയില്ല. പിന്നെ ഒന്നുമില്ല, പഴയ ചില തമാശകൾ പെട്ടെന്ന് ഓർമ്മ വന്നപ്പോ പറയാന്ന് വിചാരിച്ചു. റോയിച്ച ഒരു സെക്കൻഡ്. പാറു, റോയിച്ച തമാശ പറയാൻ പോണു, ഓടിവാ. എന്താ ടോണി? ഇരിക്കി. അതായത് ഒരു സിനിമാ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ക്യൂ വെക്കുന്ന കുറെ ആളുകൾ. ടിക്കറ്റ് കൊടുത്ത് തീരാറായി. ഏതാ റോയിച്ച തിയേറ്ററില് സിനിമ? എല്ലാരും കിടന്നു കഴിയുമ്പോഴേ റൂമിലേക്ക് ഒന്ന് പോയി ചെവി പറഞ്ഞുതരാ. ചോദ്യം വേണ്ട, തമാശ കേക്ക്. രസം കളയാ റോയിച്ച, വേഗം പറ, ചിരി വരുന്നുണ്ട്. അങ്ങനെ ടിക്കറ്റ് കൊടുത്ത് തീരാറായി. അപ്പൊ ഒരാൾ ഓടിക്കതച്ചോണ്ട് ഒരു കൊമ്പം വീശക്കാരന്റെ പുറകിൽ ടിക്കറ്റ് എടുക്കാൻ നിന്ന്. അപ്പൊ അയാള് പോക്കറ്റിൽ കൈയിട്ട് പണം എടുത്തോണ്ട് കൊമ്പം വീശക്കാരനോട് CID മൂസയല്ല ചേട്ടാ. അപ്പൊ CID മൂസയല്ല. അല്ല, കൊമ്പം വീശക്കാരൻ തിരിഞ്ഞ് അയാളോട് പറയാണ്